CUT എക്സാം എഴുതിയിട്ട് അടിപൊളി യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ളവർക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി പരിചയപ്പെടുത്തി കഴിഞ്ഞു, ഹൈദരാബാദ് പരിചയപ്പെടുത്തി കഴിഞ്ഞു, പിന്നെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമ്പർ 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി AMU എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കാം ഇതിന്റെ കഥകളും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പല സംഭവങ്ങളും. എന്തുകൊണ്ടാണ് ഓരോരുത്തർ ഇപ്പം JNU പോലെ അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ പോലെയൊക്കെ ജാമിയ മില്ലിയ പോലെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് ഓരോ കുട്ടികളെയും അട്രാക്റ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ, പഠിക്കാനല്ല മനസ്സിലാക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ മതി. നോക്കാം, നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് പിന്നെ പഠിക്കണം എന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. എന്തായിരുന്നു നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ, 1875 സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് വരുന്നത്. 1920 എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ്. 1875 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1920 ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പദവി കിട്ടുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കുന്നു. ഇതെവിടെയാണ്? ഉത്തർപ്രദേശിലെ അലിഗർ. നമ്മൾ വിചാരിക്കും അലിഗഡ് എന്നാണല്ലോ പറയുന്നത്, അത് കുഴപ്പമില്ല. അലിഗർ ആ ഒരു സൈലന്റ് ആണ്, പ്രൊണൗൺസിയേഷന്റെ കറക്റ്റ് സംഭവമാണ്. RH ആണ് വരല്. അപ്പൊ അലിഗർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൺ ഓഫ് ദ ഇന്ത്യ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയാണ്. 1875 തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു രസം വേറെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റാങ്ക് എത്രയാണ്? NIRF 10th റാങ്ക് ആണ് വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ. NAC അക്രഡിറ്റേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന A+ തന്നെ ആയിരിക്കുള്ളൂ. അതിന്റെ NAC അക്രഡിറ്റേഷൻ, അതായത് NAC ആണ്, UGC ആണ് ഇവർക്ക് ഗ്രേഡ് കൊടുക്കുക, A+ ആണ് അതിന്റെ ഗ്രേഡ് വരുന്നത്. ഇനി നമ്മുടെ QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 271 280 റാങ്കിന്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 270 അങ്ങനെ വലിയ റാങ്കിങ് ആണ്. ഏഷ്യയിലെ ആടാണ്, ഏഷ്യയിൽ, ഇന്ത്യയിലല്ല പറയുന്നത്, ഏഷ്യയിലെ മുഴുവൻ ഈ കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറഞ്ഞാൽ 800 ഏക്കറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പറയുന്ന 467 ഏക്കറിന്റെ, അതന്നെ വലിയ സംഭവം അല്ലടാ. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെന്റാണ്. അതിൽ 467 ഏക്കറാണ് ഇതിന്റെ ലാൻഡ് കിടക്കുന്നത് തന്നെ. വെൽ എക്വിപ്ഡ് ലബോറട്ടറീസ് ആൻഡ് റിസർച്ച് സെന്ററുകളുണ്ട്. പിന്നെ മൗലാന ആസാദ് ലൈബ്രറി. ഇവിടുത്തെ പ്രത്യേകത, എല്ലാവർക്കും അട്രാക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു സംഭവമാണ് മൗലാന ആസാദ് ലൈബ്രറി എന്നത്. വൺ ഓഫ് ദി ഏഷ്യസ് ലാർജസ്റ്റ് ലൈബ്രറി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒരു ലൈബ്രറിയാണ് മൗലാന ആസാദ് ലൈബ്രറി. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റലുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ഹോസ്പിറ്റലുകൾ, മ്യൂസിയംസ്, ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഒരു 7 കോളേജസ് അല്ലെ. മെയിൻ ആയിട്ടുള്ളത് എന്തായിരുന്നു? 7 കോളേജുകൾ. അക്കാഡമിക് സ്റ്റാഫ് കോളേജ്, അജ്മൽ ഖാൻ ടിബിയ കോളേജ്, കമ്മ്യൂണിറ്റി കോളേജ്, ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ്, വുമൻസ് കോളേജ്, സാക്കിർ ഹുസൈൻ കോളേജ്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ സിയാഉദ്ദീൻ അഹമ്മദ് ഡെന്റൽ കോളേജ്. ഇങ്ങനെ കുറച്ച് കോളേജുകളാണ് ഇതിൽ വരുന്നത്. ഇനി കോഴ്സുകൾ, ഇതാണല്ലോ നമുക്കറിയേണ്ടത്. ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് BVOC കാറ്റഗറിയിൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണെന്ന് അറിയില്ല, എന്നിൽ പോലും ഞാൻ പറഞ്ഞുതരാം. BVOC ഒക്കെ പോകും. പോളിമർ ആൻഡ് കോട്ടിംഗ് ടെക്നോളജി, BVOC FD ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി, അത് ഫാഷൻ ഡിസൈനിങ്. BA ഹോണി സാൻസ്ക്രിറ്റ് ഉണ്ട്, BA പേർഷ്യൻ ലാംഗ്വേജ് ഉണ്ട്, BA വുമൻ സ്റ്റഡീസ്, BA ഹിന്ദി, BSc കമ്മ്യൂണിറ്റി സയൻസ്, BA ഇന്റർനാഷണൽ സ്റ്റഡീസ്. BScയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഫിലോസഫി BA എഡ്യൂക്കേഷൻ, BA ലിംഗ്വിസ്റ്റിക്സ്, അതായത് ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്നത്, BA റഷ്യൻ, BA ചൈനീസ്. ഇതാണ് BAയുടെ കാര്യത്തിൽ, BVOCന്റെ കാര്യത്തിൽ വരുന്നത്. ഇനി ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ്, അതിൽ നോക്കേണ്ടത് BSc അഗ്രികൾച്ചർ, BSc കമ്മ്യൂണിറ്റി സയൻസ്. ഇനി ഇതാ അടുത്തത് ഫാക്കൽറ്റി ഓഫ് ആർട്സ്. ഏതൊക്കെയാണ്? BA വിഷയം ലിംഗ്വിസ്റ്റിക്, അറബി, ഇംഗ്ലീഷ്, പിന്നെ നമ്മൾ പറഞ്ഞ എഡ്യൂക്കേഷൻ, വുമൺ സ്റ്റഡി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി. പിന്നെ BCom ഉണ്ട്, പിന്നെ BBA ഉണ്ട്, ബാച്ചിലർ ഓഫ് സയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വരുന്ന മെയിൻ പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഒപ്റ്റോമെട്രി, ചിലരുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇവിടെ അവിടെയും കോഴ്സുകൾ, നമ്മളിവിടെ ഒപ്റ്റോമെട്രിയിലെ കണ്ണിൻ്റെത്. പിന്നെ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി സയൻസ്, റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഈ സാക്കിർ ഹുസൈൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യത്തിലുള്ളത്
കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇനി ക്ലബ്ബുകളും കാര്യങ്ങളും അസോസിയേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? അതായത് വെറും പഠനം മാത്രമാണോ? അല്ല കേട്ടോ വരുന്നത്. അതാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡിബേറ്റിംഗ് സൊസൈറ്റി ഉണ്ട്, പിന്നെ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്റർ, ഡ്രാമ, ലിറ്റററി, ഫിലിംസ്, മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഡിബേറ്റ്സ് പ്ലേസ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ക്രിക്കറ്റ് ക്ലബ്ബുകളുണ്ട്, റൈഡിംഗ് ക്ലബ്ബുകളുണ്ട്, അക്കാഡമിക്സ് ഇവന്റ് ഉണ്ട്, ഫെസ്റ്റ് ഉണ്ട്, സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്ര ഏകദേശം നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ കോഴ്സുകളും പല കാര്യങ്ങളും. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ താങ്ക്